ഗൈസ് ഞങ്ങൾ തിരുവനന്തപുരം വരെ പോവാണ്. അപ്പോഴാണ് ഡ്രൈവിംഗ്. പപ്പ കയറാൻ പോവാണ്. ഞാൻ നേരത്തെ കയറിയിരുന്നു. ഫ്രണ്ട് സീറ്റ് ഞാനിരുന്നു. എനിക്ക് ഫ്രണ്ട് സീറ്റാണ് സുഖം. മമ്മി ഫ്രണ്ട് സീറ്റ് ഇരുന്ന് ഛർദ്ദിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. മമ്മി ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. അപ്പം ഞങ്ങളിപ്പം നേരെ അവിടെ പോകുന്നു. വിളിക്കുന്ന ചേട്ടനെ വിളിച്ചോടെ തിരിച്ച് വരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലോട്ടാണ്. കൊച്ചിയിലെ പള്ളിയിലാണ് ചേട്ടൻ ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ 3 മണിയാവും. ഞങ്ങളിപ്പം 3 മണിയെന്ന് വെച്ചാൽ ഒരു ഞങ്ങളിപ്പം ചെറുകെ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്നത് ചോദിക്കാൻ ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5:19 ആയിട്ടുള്ളൂ. 5:19 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ പോകുന്ന വരയ്ക്ക് അവിടെ ഞങ്ങളുടെ കസിൻ കാണും. അവിടെ കൂടെ കയറിയിട്ട് ഇറങ്ങുന്ന ഒരു 7 മണിയാവും. 7 ആവും. എന്നാലും ഞങ്ങൾ അവിടെ കയറിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. പിന്നെ വീട്ടിൽ എത്തി 3 മണിയാവും. അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടേ വരുന്നുള്ളൂ. ഇപ്പോൾ ആരോ ഗസ്റ്റ് കയറി വന്നേക്കുന്നു. ഞങ്ങൾ ഇന്ന് പോകുന്ന നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. എല്ലാവരും പറഞ്ഞു ഇന്ന് പോകാൻ നടക്കുമല്ലെന്ന്. അപ്പം ഞങ്ങൾ എങ്ങനെ പോകുന്നു? ഇപ്പം ഗസ്റ്റ് കയറി വന്നേക്കുന്നു. എന്തോ കഷ്ടമാണ്. പപ്പ അവരെ നിർത്തിയിട്ട് വരുമായിരിക്കും. പപ്പ വരുന്നു. പപ്പ വരുവാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് പപ്പ കയറി. പപ്പ പറഞ്ഞു പപ്പ വീഡിയോ തന്നെ ഇപ്പം കാണിക്കണ്ട, അവിടെ ചെന്നിട്ടൊക്കെ കാണിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ ഫ്ലൈറ്റിലോട്ട് പോകണം. പോയിട്ട് ഇനി ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗസ്, രാവിലെ ആയിട്ടുണ്ട്. ഒരു 7 മണിയായി. അച്ചാച്ചൻ പുറയിലുണ്ട്. പപ്പ ചായ മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയേക്കുവാണ്. ഞാൻ കുറേ കിടന്നുറങ്ങി ഗൈസ്. ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. അച്ചാച്ചൻ പുറയിലുണ്ട്. അച്ചാച്ചൻ കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോകാനുള്ള ഇവിടെ നിന്ന് 2 മണിക്കൂർ കൊണ്ടുണ്ട് വീട്ടിലോട്ട് പോകാൻ. അപ്പം കുറേ ദൂരം ഉണ്ടാവാം ഗൈസ്. ഞങ്ങൾക്ക് പറ്റൂലെന്ന് തോന്നുന്നു. കുറേ ഇപ്പം സമയം 7 മണിയായി. ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 9:10 ആവും. അപ്പം ഭയങ്കര ദൂരമായിരിക്കും. ഇനി അവിടെ വരെ ചെല്ലുമ്പോഴത്തേക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ അല്ലെങ്കിലും കുറേ കിടന്നുറങ്ങിപ്പോയി. ഇനിയും എന്തുവാണ് പപ്പ ചായ മേടിച്ചിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പപ്പ എപ്പം വരുമെന്ന്. ചേട്ടൻ ഇപ്പോഴും കിടന്നുറക്കുക. വണ്ടി സീറ്റ് ഉരയിൽ വെച്ച് കിടന്നുറങ്ങുക. സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട് കിടന്നിട്ട്. മരുന്ന് വീണാൽ പറയാൻ പറ്റത്തില്ല. അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. താരയാണ് സീറ്റ്. ഇങ്ങനെ കിടക്കുമല്ലേ. ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോവാ. ഇടയ്ക്ക് കണ്ട് ഇങ്ങനെ അങ്ങ് പോവും. അപ്പം അവിടെ ഞങ്ങളിപ്പം പപ്പ ചായ കഴിച്ചിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് യാത്രയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോവാണ്. പപ്പ വരുന്നുണ്ട്. പപ്പ കയറുവാണ്. ഒരു ചായ ഒരു കാപ്പിയും അല്ലേ? അച്ചാച്ചന് കാപ്പി മതിയൊന്നുമില്ലേ പറഞ്ഞേ? നേരത്തെ ചോദിച്ചില്ലേ? കാപ്പിയല്ലേ പറഞ്ഞേ? അപ്പം കാപ്പിയല്ലേ? എനിക്കോ ചായ ഇവിടെ വെച്ചത്. അപ്പം അച്ചാച്ചന് ഞങ്ങൾ കാപ്പി പറഞ്ഞു. എനിക്ക് ചായ, പപ്പായ്ക്കും ചായ, അച്ചാച്ചന് കാപ്പി മതിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മേടിച്ച് ഇനി പപ്പയോട് കടി മേടിക്കാൻ പറഞ്ഞു. അപ്പം അതൊന്ന് കയ്യാൻ മേടിച്ച് എനിക്കറിയാത്തേക്ക്. അപ്പം അച്ചാച്ചന് അതൊന്നും വേണ്ട വയ്ക്കാതെ. അച്ചാച്ചന് അവിടെ ഒരു ഫോയിൽ പേപ്പറും കൂടെ മേടിച്ചോ. അച്ചാച്ചനെ മണ്ടയ്ക്ക് തന്നെ അച്ചാച്ചൻ്റെ ഫേവറേറ്റ് ഉഴുന്നോടയും കൂടെ മേടിച്ചു. ഓക്കെ. അപ്പം നമ്മൾ തന്നെ അങ്ങോട്ട് പോവാം. ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇനി 2 മണിക്കൂറും കൂടി യാത്രയാണ്. ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഗായ്സ്. പപ്പ അപ്പി ജ്യൂസ് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കുടിക്കട്ടെ. ഒന്ന് കുടിക്കട്ടെ. ഭയങ്കര യാത്രയായിരുന്നു ഗൈസ്. ഭയങ്കര യാത്ര. അച്ചാച്ചനെ കാണുന്നില്ല. പോയോ ഇറങ്ങി? ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല. പോയി കാണാൻ എനിക്ക് തോന്നുന്നു. ഞാൻ ജ്യൂസ് കുടിക്കട്ടെ. ഭയങ്കര ജ്യൂസാണ്. അപ്പി ജ്യൂസ് എന്ന് പറഞ്ഞ സീന. അപ്പി ഫിസ്. ഉഫ്.
ഇത് തീർന്നല്ലോ. എത്ര രൂപയുടെ സാധനമോ ഗൈസ്? 8 രൂപയുടെ സാധനം. 8 രൂപയുടെ പിജി ഫിസിക്കുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോവാണ് ഗൈസ്. ഇനി അച്ചാച്ചൻ എന്തിയാ? അപ്പം അച്ചാച്ചൻ എന്തിയാ? ഓ, അച്ചാച്ചൻ അവിടെ നിന്ന് തിന്നുക. നമ്മളെ വിളിക്കാതെ പൊറോട്ട തിന്നുക. എനിക്ക് വേണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ ഇതൊന്ന് പപ്പയുടെ ഫോൺ ചാർജ് ചെയ്ത് വെക്കുവാണ്. നെറ്റ് ചാർജ് കയറുന്നില്ലല്ലോ. അപ്പോൾ വണ്ടി ഓണാക്കണം. ചാർജ് കയറത്തില്ല. അപ്പോൾ വണ്ടി ഓണാക്ക. ചാർജ് കയറ്റണം. പപ്പ പുറത്തേക്ക് പോകണ്ടേ. അപ്പം ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയമാവും. അപ്പോഴത്തേക്ക് ഞാനും കിടന്നു. കയറിക്കോ. കയറ്. ഇനി പപ്പ കയറുവാണ്. കയറാൻ പോവാണ്. അപ്പം നമ്മളിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ബൈ ഗായ്സ്. നമ്മളിനി അവിടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണും ഗായ്സ്. പപ്പ പോകുന്ന വഴിക്ക് അങ്ങോട്ട് ഇറങ്ങി. പപ്പ വേണ്ട ഫയർ എയ്ഡ് കിറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നതാണെന്ന് എനിക്കും അറിയില്ല. ഞാൻ ചോദിച്ചു വെക്കണം. ഇനി വണ്ടി ഫയർ വന്നാലല്ലേ. ഞങ്ങൾ ഇവിടെ എയർ ബാഗുണ്ട്. ചാട വരെ SRS എയർ ബാഗുണ്ട്. SRS എയർ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു SRS എയർ ബാഗുണ്ട്. പിന്നെ എന്തിനാ ഈ എയർ ബാഗ് കത്തിപ്പോവല്ലോ. ഈ ഫയർ വരുമ്പം എയർ ബാഗ് കത്തിപ്പോകില്ലേ. അപ്പം അതിൻ്റെ ഇതിനായിട്ട് മേടിച്ചായിരിക്കും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. അപ്പം നോക്കാം. ഇതാണ് ഫയർ എയ്ഡ് കിട്ടുന്ന പറയുന്ന സാധനമാണ്. മേടിക്കണ്ട, ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഉണ്ട്. ഞാൻ എപ്പോഴും കറിയായിരിക്കും. അതുകൊണ്ട് ഒരു സാധനമാണ് ഗ്വാസിൻ സോഫ്റ്റ് നട്ട് സ്വാപ്പ് സ്റ്റെയർലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ എന്താ പ്ലാസ്റ്റർ എന്ന് ഓർമ്മയില്ല എന്തുവാണ്. ഇതെന്തോ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു എലാസ്റ്റിക് പ്ലാസ്റ്ററാണ്. ഇത് എലാസ്റ്റിക് പ്ലാസ്റ്ററാണ്. നല്ല സാധനമാണ്. സൈസ് 6 സെൻറ്റിമീറ്ററിൻ്റെ സാധനമാണ്. ഇതെന്തോ ഹെൽത്ത് കെയറിൻ്റെ എന്തോ അൺസ്ട്രങ്ഡൻ എലാസ്റ്റിക് ബാൻഡേജ്. ഇതുണ്ട് എലാസ്റ്റിക് ബാൻഡേജും പിന്നെ ഇത് വീണ്ടും അത് തന്നെയാണ്. നമ്മുടെ ഇതിൻ്റെ വേറെണ്ണം കൂടെയാണിത്. അപ്പോൾ ഇത് പിന്നെ ഇങ്ങോട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അതിരിക്കട്ടെ. ഇനി ഓയിൽമെൻറ്റാണ് നോക്കട്ടെ. ഇനി ഓയിൽമെൻറ്റും കൂടെ 2 ഓയിൽമെൻ്റ് ഉണ്ട്. ഇനി അത് തിരിച്ച് വെച്ചേക്കാം. അതും കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ നല്ല യാത്രയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത്. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയിട്ടുള്ളതാണ്. ബാംഗ്ലൂർ, കർണാടക ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. ചെന്നൈ പോയിട്ടുണ്ട്. ഞാൻ ജാർഖണ്ഡിൽ ട്രെയിനിലാണ് പോയത്. പക്ഷേ ഈ ബാംഗ്ലൂരും ഈ ചെന്നൈയും ഞാൻ എങ്ങനെ പോയെന്നറിയോ? ചെന്നൈ പോയത് ബസ്സിലാണ്. പിന്നെ ചെന്നൈ പോയത് ബസ്സിലാണ്. ബാംഗ്ലൂർ പോയ കാറിലാണ്. എന്ത് സുഖമായിരുന്നെന്ന് പക്ഷേ ഞങ്ങൾ ഇവിടം വരെ പോയതേ ഉള്ളൂ. ഭയങ്കര AC എല്ലാം കൂടെ ഇട്ട് ഞങ്ങൾ ഫുൾ 4-ലായിരുന്നു ഇട്ടത്. 4-ലാണ് ഞങ്ങൾ AC ഇട്ടത്. എന്നിട്ടും ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞാൽ സീനായിരുന്നു. ഇപ്പം ഇരുന്ന് പറയും ഞാൻ കാരണത്തിനുണ്ട് സീറ്റ് ബെൽറ്റൊക്കെ ഒരു കാര്യം കുറേ നേരമായി മനുഷ്യൻ കളിപ്പിക്കുന്നു. ഞാൻ നിന്ന് പറയുന്നില്ല. ഞാൻ വീട്ടിൽ ആണല്ലോ എവിടെ ആണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അച്ഛനൊക്കെ ഇറങ്ങി ഞാനിപ്പം ഇരിക്കുന്ന ഇവിടെ നിൽക്കേ. അവരെന്ത് ചെയ്ത് നോക്കട്ടെ. ഓണടിക്കാം. ഓണടിച്ച് ജുവാൻ അംഗൻവാടി പോയിട്ടൊക്കെ അംഗൻവാടി പോയി റെഡി ആയിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇന്ന് ഫുൾ രസമായിരുന്നു. എന്നാലും എനിക്ക് ഈ ഡ്രസ്സ് ഇപ്പോഴും ഇട്ടുണ്ട്. താണ്ട് ജുവാൻ ഇന്ന് അംഗൻവാടി പോകുന്നില്ല. അവൻ. എന്നാൽ നമുക്ക് ഇറങ്ങാം. നമുക്ക് വീട്ടിൽ കയറാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു.
നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഗായ്സ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.